ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ചമ്മന്തി ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങയാണ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 8-10 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. കൂടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. എൻ്റെ കറിവേപ്പില ഇച്ചിരി വാടിയതായിരുന്നേ. നല്ല ഫ്രഷ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ചിലപ്പോൾ വാളംപുളിക്ക് ഉപ്പ് കാണും, അപ്പോൾ അത് നോക്കി വേണം ഇടാനായിട്ട്. ഇനി ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. എപ്പോഴും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വറ്റൽ മുളകല്ലേ ഇടുന്നത്. അതിന് പകരം കുറച്ച് മുളക് പൊടി ഇട്ട് നോക്കണം. അപ്പം ഞാൻ ഈ തവണ എന്തായാലും മുളക് പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ചമ്മന്തി. നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോഴാണ് സാധാരണ എല്ലായിടത്തും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാലോ ഏറ്റവും ടേസ്റ്റ് ചമ്മന്തിക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. കഞ്ഞിയും ചമ്മന്തിയും ചോറിൻ്റെ കൂടെ ആയാലും നന്നായിട്ട് ഇളക്കി കഴിക്കുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ കിടിലൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.